നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ST ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോർക്ക കെയർ പ്ലസ്, അതായത് നോർക്ക കെയർ പ്ലസിൻ്റെ ആദ്യ ഒരു ഘട്ടം നമ്മൾ വളരെ വിജയകരമായി നമ്മുടെ കടയന്നൂർ കോമൺ സർവീസ് സെൻറ്ററിൽ ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി കൃത്യമായിട്ട് നമ്മൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ആരും സോഷ്യൽ മീഡിയയിൽ പറയാത്ത നോർക്ക കെയർ പ്ലസിൻ്റെ പ്രധാനപ്പെട്ട 2-3 പോയിന്റ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ എവിടെ തിരഞ്ഞാലും, സോഷ്യൽ മീഡിയയിൽ എവിടെ തിരഞ്ഞാലും അത് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാര്യം വെച്ചാൽ നേരിട്ട് നമ്മൾ നോർക്കയിൽ വിളിച്ച് ചോദിച്ചിട്ട് ഇതുവരെ അതിനൊരു കൺഫർമേഷൻ കിട്ടാത്തൊരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ നോർക്ക കെയർ പ്ലസ് 2ാം ഘട്ടം തുടങ്ങുകയാണ്. ഓഗസ്റ്റ് 18-ാം തീയതി 2026 മുതൽ 1 മാസം നീണ്ടു നിൽക്കുന്ന രജിസ്ട്രേഷൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ നോർക്ക കെയർ പ്ലസ് ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നോർക്ക കെയർ പ്ലസ് ഇൻഷുറൻസ് നമുക്ക് എടുക്കാം എന്ന് ആരും വിചാരിക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ഒരു പ്രോസസ്സാണ്. അതിനകത്ത് ഈ വർഷം പറയുന്നത് നമ്മുടെ നോർക്ക കെയർ ഐഡിയും വേണം, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ID ഉള്ള ആൾക്കാർക്കും ഇതിൽ ലോഗിൻ ചെയ്ത് ചെയ്യാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ നമ്മൾ നോർക്ക ID മാത്രം വെച്ചിട്ടായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ എന്തിരുന്നാലും നിങ്ങൾ 18-ാം തീയതി ഇനിയും വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, 3-4 ദിവസം കഴിഞ്ഞാൽ 18 എത്തും. അപ്പോൾ 18-ാം തീയതിക്ക് നോക്കി നിൽക്കാതെ പ്രവാസി സുഹൃത്തുക്കൾ ഈ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ ഈ പറഞ്ഞ നോർക്ക ID നിർബന്ധമായിട്ട് എടുത്തു വെക്കുക. നോർക്ക ID എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നേരത്തെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരിക്കൽ കൂടെ പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്, ബാക്ക് പേജ് സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ വിസയുടെ പേജ് അല്ലെങ്കിൽ അക്കാമ ഇതിൻ്റെ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ ബാങ്കിൻ്റെ പാസ്ബുക്ക്, അതിൽ ഈ പറഞ്ഞ പോലെ IFSC കോഡും മറ്റെല്ലാ കാര്യങ്ങളും കൃത്യമായിരിക്കണം. അതും സെൽഫ് അറ്റസ്റ്റ് ചെയ്തത് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഫോട്ടോയും സിഗ്നേച്ചറും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർക്ക IDക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഒരു ചാർജ് ഉണ്ട്. അപ്പോൾ ആ ചാർജും നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അതെല്ലാം ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതാണ്. അതിനുശേഷം ഇത് 2-3 ദിവസത്തിനുള്ളിൽ ഇത് അപ്രൂവ് ആകുമ്പോൾ നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വരും. അതിനുശേഷം നിങ്ങൾക്ക് ആ കാർഡ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ കാർഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാർഡ് 3 വർഷമാണ് ഇതിൻ്റെ വാലിഡിറ്റി. ഇനിയാണ് മറ്റാരും പറഞ്ഞു തരാത്ത ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. കാര്യം എന്ന് വെച്ചാൽ ഈ കാർഡിനൊരു വാലിഡിറ്റി ഉണ്ട് 3 വർഷം. അപ്പോൾ ഈ 3 വർഷം വാലിഡിറ്റിയും അതോടൊപ്പം തന്നെ ആ ടൈമിൽ ഇപ്പം നമുക്ക് ഇൻഡിവിജ്വലായിട്ടും ഈ പറഞ്ഞ പോലെ നോർക്ക കെയർ പ്ലസ് ഇൻഷുറൻസ് എടുക്കാം. അതോടൊപ്പം തന്നെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ എടുക്കാനുള്ള സൗകര്യം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം 1 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ, അതായത് 5 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് നമുക്ക് ഈ ഇൻഷുറൻസിൻ്റെ പ്രീമിയം, ഈ ഇൻഷുറൻസിൻ്റെ കവറേജ് ലഭിക്കുക. അപ്പോൾ ഇത് കേരളത്തിൽ 699 ഹോസ്പിറ്റലുകളും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഉൾപ്പെടെ 24,000 ഹോസ്പിറ്റലുകളും ഇത് കവർ ചെയ്യുന്നുണ്ട് ഈ പോളിസി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, ആരും പറയാത്ത ഒരു കാര്യം ഞാൻ ഇതിനകത്ത് കണ്ടുപിടിച്ച കാര്യവും അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ച ഒരു കാര്യമാണ്. അതിന് ഇതുവരെ ഒരു വ്യക്തത കിട്ടിയിട്ടില്ല. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നോർക്ക കെയർ പ്ലസ് ഇൻഷുറൻസ് എടുക്കുവാൻ, പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ. കാരണം എന്ന് വെച്ചാൽ ഈ നോർക്ക കെയർ പ്ലസ് ഇൻഷുറൻസിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ മികച്ചതാണ്. അതിൽ ഈ പറഞ്ഞ പോലെ വളരെ മറ്റുള്ള പോളിസികൾ, ഇപ്പോൾ നമ്മുടെ പ്രൈവറ്റ് പോളിസികളൊക്കെ ഉണ്ട്, ആ പോളിസിയും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് തുക വ്യത്യാസത്തിൽ നമുക്ക് പോളിസി എടുക്കാൻ സാധിക്കും. എന്നിരുന്നാലും ഇതിനകത്ത് ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞു നോർക്ക കെയർ പ്ലസ് എടുക്കുമ്പോൾ ID കാർഡ് നിർബന്ധമാണുള്ളത്. ഈ ID കാർഡിന് 3 വർഷമാണ് വാലിഡിറ്റി. അപ്പോൾ ഈ 3 വർഷം വാലിഡിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിസി എക്സ്പയർ ആകും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് 1 ഇയർ കൂടുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഇത് നമ്മൾ പോളിസി റിന്യൂ ചെയ്യുകയും വേണം. ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇനിയാണ് ഇതിനകത്തെ ടേണിംഗ് പോയിന്റ്. അതായത് നമ്മളൊരു പ്രവാസി ആയിരിക്കുന്ന ഒരാൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ പ്രവാസി ID കാർഡ് നമുക്ക് പുതുക്കുവാൻ സാധിക്കത്തില്ല, 2ാമത്തെ കേസ്.
അപ്പോൾ അത് പുതുക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആകാൻ ചാൻസ് ഉണ്ട്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നോർക്ക റൂട്ട്സിൽ വിളിച്ച് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവർ അതിൻ്റെ ഒരു കൺഫർമേഷൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അവർ അത് കൂടി ആലോചിച്ചിട്ട് അത് അറിയിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വിവരം വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ പോളിസി എടുക്കുവാൻ. ഈ പോളിസി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. നിലവിൽ ഇതിനെതിരെ ആരോ നമ്മുടെ നാട്ടിലുള്ള പ്രവാസിയാണെന്ന് തോന്നുന്നു, ഒരു കേസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനനുകൂലമായ ഒരു മറുപടി തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതും നമ്മൾ ST ചാനൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അത് എന്നാണ് ഇതിൽ ഇംപ്ലിമെൻ്റ് ആകുന്നത് എന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു കേസ് കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് 100% മികച്ച ഒരു ഇൻഷുറൻസ് ആയിരിക്കും പ്രവാസികൾക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഒരുപാട് വീഡിയോകൾ നമ്മൾ ഡെയിലി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ SG ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ ഡെയിലി ചെയ്യുന്നതാണ്. അതോടൊപ്പം നമ്മുടെ കോമൺ സർവീസ് സെൻറ്ററിലെ ആളുകൾ, ഇപ്പോൾ നമുക്കറിയാം ഞങ്ങളുടെ കോമൺ സർവീസ് സെൻറ്ററിൽ നമ്മൾ രാവിലെ മുതൽ ഇരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ വരും, ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് മെയിനായിട്ട് അതിന് വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ ഇതൊരു പ്രൊമോഷന് ഉദ്ദേശിച്ച് മാത്രമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു അക്ഷയ കേന്ദ്രത്തിലോ വല്ലതും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു കസ്റ്റമർ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അവരോട് കുറേ ആധാർ കാർഡ്, റേഷൻ കാർഡ്, കരമടച്ച രസീത് ഇതുമായിട്ട് ഇങ്ങനെ വരാൻ പറയും. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവരെ അവിടെ വെച്ച് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോയുടെ ലിങ്ക് അവർക്ക് അയച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സെൻറ്ററിൽ വന്ന് ആപ്ലിക്കേഷൻ തെറ്റുകൂടാതെ ചെയ്യാൻ സാധിക്കും. ആ ഒറ്റ കാര്യത്തിലാണ് നമ്മളിങ്ങനെ വീഡിയോസ് കൃത്യമായിട്ട് ഈ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ.